എല്ലാവർക്കും നമസ്കാരം. ഈ ലേണിന്റെ +1 മാത്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അത്യാവശ്യം കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതും എന്നാൽ താരതമ്യേന വളരെ എളുപ്പമായിട്ടുള്ളതുമായ ഒരു ചാപ്റ്ററിനെ പറ്റിയാണ്. ആൻഡ് ആ ചാപ്റ്റർ ആണ് പെർമ്യൂട്ടേഷൻ. ആൻഡ് 1 പെർമ്യൂട്ടേഷൻസ്, 2 കോമ്പിനേഷൻസ്. അപ്പം നമ്മൾ നോക്കുക മക്കളെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഒന്നാമത്തെ ടോപ്പിക്കായ പെർമ്യൂട്ടേഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ എന്താണ് ഈ പെർമ്യൂട്ടേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് പറയാം, അല്ലേ? ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ പെർമ്യൂട്ടേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രധാനമായിട്ടും അറേഞ്ച്മെന്റ് എന്നതിനെയാണ്. അപ്പം അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലെ? അപ്പൊ നമ്മുടെ ഒരു ബെഡ്റൂം തന്നെ എടുക്കാം. നമുക്ക് അവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ഒരു മേശയുണ്ട്, ഒരു കസേര ഉണ്ടാവും, ഒരു ടേബിൾ ഉണ്ടാവും, അല്ലെ? ഒരു കട്ടിൽ ഉണ്ടാവും, ഒരു അലമാര ഉണ്ടാവും. ഇതിനെയൊക്കെ എത്ര വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പം ഈ അറേഞ്ച്മെന്റുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഇതാണ് പെർമ്യൂട്ടേഷൻ എന്നുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, അറേഞ്ച്മെന്റ് എന്ന രീതിയിലാണ് അർത്ഥം വരുന്നത്, അല്ലെ? അപ്പൊ ഈ പെർമ്യൂട്ടേഷൻസ് എന്ന കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് വിളിക്കുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് നേരിട്ട് പറയുന്നതിന് മുന്നേ നമുക്കൊരു പ്രോബ്ലത്തിലൂടെ അതിലേക്ക് നീങ്ങാം, അല്ലേ? അപ്പം ആ പ്രോബ്ലം ഇതാണ്. എല്ലാവരും എന്നോടൊപ്പം തന്നെ മനസ്സിലാക്കി പോവുക കാര്യങ്ങളെ പറ്റി. അപ്പൊ നമുക്ക് ഒരു ഗഹനമായ പഠനത്തിലേക്ക് തന്നെ പോവാം. നോക്കിക്കേ, ചോദ്യം ഇതാണ്: how many 3-digit numbers can be formed with the digits 1, 2, 3, 4, 5, 6 where the numbers cannot be repeated? അപ്പം നമുക്കറിയാം, അപ്പം തന്നേക്കുന്ന കാര്യം ഇതാണ്, നമുക്കൊരു 3-digit നമ്പർ വേണം, ശരിയല്ലേ മക്കളെ? അപ്പൊ ഒരു 3-digit നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ദാണ്ടേ ഒരു 1s പ്ലേസ് ഉണ്ടാവും, ഒരു 10s പ്ലേസ് ഉണ്ടാവും, ഒരു 100 പ്ലേസ് ഉണ്ടാവും. അങ്ങനെയാണല്ലോ 3-digit നമ്പേഴ്സ് ഉണ്ടാവുന്നത്, അല്ലെ? അപ്പൊ ഞാൻ ബേസിക് ആയിട്ട് ഇതിനെ ഒരു 3 പെട്ടികളായി കൺസിഡർ ചെയ്യാം. അതായത് 3 തന്നെ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് തന്നേക്കുന്നത് 1 മുതൽ 6 വരെയുള്ള സംഖ്യകളാണ്. അതായത് 1 മുതൽ 6 വരെയുള്ള സംഖ്യകളെ ഉപയോഗിച്ച് ഒരു 3-digit നമ്പർ വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്, ശരിയല്ലേ? പക്ഷെ ഇവിടെ ചെറിയൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? The numbers cannot be repeated. Numbers എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇതിനെ മറ്റൊരു തരത്തിൽ പറയുന്നതാണ് repetition not allowed, അല്ലെ? പരീക്ഷകളിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം the numbers cannot be repeated എന്ന്, അല്ലെങ്കിൽ പറയാം repetition not allowed എന്ന്, അല്ലെ? അപ്പം ഈ ഒരു സംഭവം എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യാം നമുക്ക്. നോക്കേ, ഈ ഒരു ഒന്നാമത്തെ പെട്ടിയുടെ കാര്യത്തിൽ എടുക്കുന്നു. ഈ പെട്ടികളെ അങ്ങ് ഫില്ല് ചെയ്ത് പോയാൽ മതി, അല്ലെ? അപ്പൊ ഈ ഒരു പെട്ടിയിലോട്ട് നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ പെട്ടിയിൽ നമുക്ക് ആകെയുള്ള 1, 2, 3, 4, 5, 6 എന്ന് വിളിക്കുന്ന ഡിജിറ്റുകളല്ലേ? അപ്പം ഒന്നാമത്തെ പെട്ടിയിൽ വേണമെങ്കിൽ 1 ഇരിക്കാം, ശരിയല്ലേ? 1 എന്ന് വിളിക്കുന്ന സംഖ്യക്ക് അവിടെ ഇരിക്കാം, 2 എന്ന് വിളിക്കുന്ന സംഖ്യക്കും അവിടെ ഇരിക്കാം, 3 ഇരിക്കാം, 4 ഇരിക്കാം, 5 ഇരിക്കാം, 6 ഇരിക്കാം, ശരിയല്ലേ? ഈ 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾക്കും മാറി മാറി ഒന്നാമത്തെ പെട്ടിയിൽ കയറിയിരിക്കാം. സോ നമ്മുടെ ചോദ്യം, ഒന്നാമത്തെ പെട്ടിയിൽ എത്ര സംഖ്യകൾക്ക് വ്യത്യസ്തമായി മാറി ഇരിക്കാൻ സാധിക്കും? 6 സംഖ്യകൾക്ക് മാറി ഇരിക്കാം, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ പെട്ടിയിൽ ഞാൻ 6 എന്ന് എഴുതുന്നു. അതിനർത്ഥം 6 എന്ന് വിളിക്കുന്ന സംഖ്യ അവിടെ ഇരിക്കുമെന്നല്ല, 6 വ്യത്യസ്തമായ സംഖ്യകൾക്ക് അവിടെ മാറി ഇരിക്കാമെന്ന, ശരിയല്ലേ? അപ്പൊ അടുത്ത പെട്ടിയിലോട്ട് പോകുന്നു. മക്കളെ, ഇവിടെ ക്വസ്റ്റ്യന് വ്യക്തമായി പറയുന്നുണ്ട് numbers cannot be repeated. സംഖ്യകൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഫോർ an example, ഓക്കെ, 6 സംഖ്യകളെ നമ്മൾ ഇവിടെ എടുത്ത് പറക്കി വെച്ചു, ശരിയല്ലേ? ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു സംഖ്യ അവിടെ ഇരിക്കും, അല്ലെ? ലെറ്റ് ഇറ്റ് ബി 1. ഞാൻ പറയാ ഒന്നാമത്തെ പെട്ടിയിൽ 1 കയറി അങ്ങ് ഇരുന്നു ആണേ. ക്വസ്റ്റ്യന് പറയുന്നുണ്ട് ഇനി ഈ 1 വരാൻ പാടില്ല. അപ്പൊ നോക്കിക്കേ, 1 വന്നൂടാ, ക്വസ്റ്റ്യന് പറയുന്നുണ്ട്, കാര്യം റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് അല്ലയോ? 1 വരാൻ പാടില്ല. ബാക്കി ആരൊക്കെ വരാം? 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, ശരിയല്ലയോ? 1 ഒഴികെ ബാക്കി എല്ലാ സംഖ്യകൾക്കും അവിടെ വരാം. അപ്പൊ എത്ര വ്യത്യസ്തമായ സംഖ്യകൾക്ക് അവിടെ വരാൻ പറ്റും? 1, 2, 3, 4, 5. അപ്പൊ രണ്ടാമത്തെ പെട്ടിയിൽ
5 സംഖ്യകൾക്ക് കയറിയിരിക്കാം. ശരിയല്ലേ? കാരണം എന്താ? 6 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം ആദ്യത്തെ പെട്ടിയിലിരുന്നു അല്ലെ? ബാക്കി എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. മക്കളെ നോക്കിക്കേ, ഒന്നാമത്തെ പെട്ടിയിലും ഒരാളിരുന്നു, രണ്ടാമത്തെ പെട്ടിയിലും ഒരാളിരുന്നു. ഇനി ഇവർ രണ്ടുപേരും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഫോർ ആൻ എക്സാമ്പിൾ, രണ്ടാമത്തെ പെട്ടിയിൽ കയറിയിരുന്നത് 6 ആണെന്ന് വെച്ചോ. എത്ര? 6. അപ്പൊ 6 ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എവിടെ പറയുന്നുണ്ട്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ബാക്കി ഏതൊക്കെ സംഖ്യകളുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഈ 4 സംഖ്യകൾക്ക് ഈ ഒരു കോളത്തിൽ മാറി മാറിയിരിക്കാലോ. സോ ഇവിടെ 4 സംഖ്യകൾ. ഇതെല്ലാം ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ആദ്യത്തെ പെട്ടിയിൽ 6 സംഖ്യകൾക്ക് കൃത്യമായിട്ടിരിക്കാം. ശരിയല്ലേ? രണ്ടാമത്തെ പെട്ടിയിൽ വന്നപ്പോൾ 5 സംഖ്യകൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം 6ൽ ഒരാള് എവിടെ ഇരുന്ന്? ആദ്യത്തെ പെട്ടിയിൽ ഇരുന്ന്. ശരിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ 6 എണ്ണത്തിൽ ഒരെണ്ണം ആദ്യത്തെ പെട്ടിയിലിരുന്നു, ഒരെണ്ണം രണ്ടാമത്തെ പെട്ടിയിലിരുന്നു, ബാക്കി എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം തൊട്ടടുത്ത പെട്ടിയിലിരുന്നു. സോ ഒന്നാമത്തെ പെട്ടിയിൽ 6, രണ്ടാമത്തെ പെട്ടിയിൽ 5, മൂന്നാമത്തെ പെട്ടിയിൽ 4 എന്നിങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ശരിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ്, ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര? അല്ലെ? ആകെ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര? അപ്പൊ അതിന്റെ ഉത്തരം എന്ന് വിളിക്കുന്നത് ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓരോ ഇൻഡിവിജ്വൽസിനെയും എടുത്ത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ആദ്യത്തെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആദ്യത്തെ പെട്ടിയിൽ എത്ര വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് ഇരിക്കാം? 6. ശരിയല്ലേ? രണ്ടാമത്തെ പെട്ടിയിൽ എത്ര വ്യത്യസ്തമായ സംഖ്യകൾക്ക് ഇരിക്കാം? 5. സോ 5. മൂന്നാമത്തെ പെട്ടിയിൽ എത്ര വ്യത്യസ്തമായ സംഖ്യകൾക്ക് ഇരിക്കാം? 4. സോ 4. അപ്പം ടോട്ടൽ ഉത്തരം കണ്ടുപിടിക്കാൻ ഈ 6ഉം 5ഉം 4 ഗുണിച്ചാൽ മതി. അതായത് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? അപ്പം ഇൻഡിവിജ്വൽ പ്ലേസുകളെ കണ്ടുപിടിച്ചിട്ട് ഇതിനെ അങ്ങോട്ട് ഒട്ടിച്ച് ചേർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഉത്തരം കിട്ടും? 5 4s are 20 അല്ലെ? 20 times 6 എത്ര? 120 എന്ന ആൻസറിലേക്ക് നീങ്ങാം. മനസ്സിലായോ മക്കളെ? അപ്പം ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ എന്താണോ ചെയ്തത്, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പോർഷൻ വരുന്നത്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അല്ലെ? അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് ചോദിച്ചാൽ മക്കളെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ, ഓരോ ഇൻഡിവിജ്വൽ ഒക്കുപ്പൈ ചെയ്യുന്ന ആൾക്കാരെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഓൾ ടുഗെദർ ആൻസർ കിട്ടും. അതായത് ഇവിടെ 3 സംഖ്യകളായിരുന്നു നമുക്ക് വേണ്ടുന്നത്. അപ്പൊ 3ലെയും ഇൻഡിവിജ്വൽ ആളുകളെ എടുത്തു. ഒരിടത്ത് 6, ഒരിടത്ത് 5, ഒരിടത്ത് 4. അപ്പൊ ഇവരെ 3 പേരുടെ ചേർന്നാലേ 3 ഡിജിറ്റ് ഉണ്ടാവും. അങ്ങനെ ചേർക്കാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ആൻഡ് ദിസ് തിയറം ഈസ് നോൺ ആസ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് വിളിക്കും. അപ്പൊ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ദാണ്ടെ ഇത്രയേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ആയിട്ട് എത്ര ഐറ്റംസ് ഉണ്ടോ, ഫോർ ആൻ എക്സാമ്പിൾ മൊത്തം 2 ഇൻഡിവിജ്വൽ തിങ്സ് ഉണ്ടെന്ന് വെച്ചോ അല്ലെ? ഇതിൽ ഒന്നാമത്തെ ഇൻഡിവിജ്വൽ സ്ഥാനത്ത് m എലമെന്റ്സും അല്ലെങ്കിൽ m ഒക്കറൻസും, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒന്നാമത്തെ പെട്ടിയിൽ 6 സംഖ്യകൾ. ശരിയല്ലേ? രണ്ടാമത്തെ പെട്ടിയിൽ n ഒക്കറൻസുമാണ് വരുന്നതെങ്കിൽ, അതായത് രണ്ടാമത്തെ പെട്ടിയിൽ നേരത്തെ പറഞ്ഞു 5 സംഖ്യകൾ. ശരിയല്ലേ? അങ്ങനെ വരികയാണെങ്കിൽ ഓൾ ടുഗെദർ ഒക്കറൻസ് എന്ന് വിളിക്കുന്നത് m ഇൻറ്റു n ഒക്കറൻസുകളായിരിക്കും. അതായത് ഇൻഡിവിജ്വലി കണ്ടുപിടിച്ച സാധനങ്ങളെ ചേർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. വിച്ച് മീൻസ് m ഇൻറ്റു n അല്ലെങ്കിൽ mn ഒക്കറൻസുകളായിരിക്കും. ഇതിനെ വിളിച്ച പേരാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അപ്പം ഇത് ഡിഫൈൻ ചെയ്യാനുള്ള ചോദ്യങ്ങളായിട്ട് വളരെ വിരളമായിട്ട് ഒരു തവണ എങ്ങോട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. പക്ഷെ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇൻഡിവിജ്വൽസിനെ കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അപ്പൊ ഇത് ഉപയോഗിച്ചാണ് ഇനിയുള്ള ഏതാനും ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം പറയുന്നത് ഇതാണ്, ശ്രദ്ധിക്കുക.
how many 3-digit numbers can be formed with the digits 0, 1, 2, 3, 4, 5, 6, 7 where the numbers can appears more than once? അപ്പം നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. എന്തായിരിക്കും? നേരത്തെ ചോദ്യം പറഞ്ഞു no digits appears more than once. ശരിയല്ലേ? ഒന്നിൽ കൂടുതൽ തവണ ഒരു സംഖ്യ വരാൻ പാടില്ല. പക്ഷെ ഇവിടെ പറയുന്നത് നോക്കേ, the numbers can appears more than once. ഒന്നിൽ കൂടുതൽ തവണ വന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് അവര് പറയുന്നത്. ശരിയല്ലേ മക്കളെ? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട രീതി എന്തുവാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. 3-digit നമ്പേഴ്സിനെയാണ് വേണ്ടുന്നത്. അപ്പൊ 3-digit നമ്പേഴ്സ് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും എത്ര പെട്ടി വേണം? 3 പെട്ടി വേണം. ശരിയല്ലേ? 3 സംഖ്യകൾ. യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നതിന് വേറെ മാർഗങ്ങളുണ്ട്. പക്ഷേ ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് നല്ല പ്രയോജനമാണ്. അതായത് കണ്ടീഷൻസിനെ പറ്റി നമുക്ക് അധികം ഓർക്കേണ്ടി വരത്തില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഡിജിറ്റ്സിനെ റിപ്പീറ്റ് ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട, നേരിട്ട് ചിന്തിക്കുക. അതെ, ഒന്നാമത്തെ പെട്ടി എടുക്കാം. നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ എടുക്കാം, അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കണ്ടീഷൻസ് വരുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഈ ഒരു പെട്ടിയിലോട്ട് നോക്കുന്ന സമയത്ത് ആ പെട്ടിയിൽ ഇത്രയും സംഖ്യകൾക്ക് മാറി മാറിയിരിക്കാം അല്ലെ? എത്ര സംഖ്യകളാ? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ എഴുതിയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഈ പെട്ടി മാത്രം വരച്ചു വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ആലോചിക്കുക, എത്ര സംഖ്യകളുണ്ട്? ഓൾ ടുഗെദർ 8 സംഖ്യകളുണ്ട്. ശരിയല്ലേ? 0, 1, 2, 3, 4, 5, 6, 7 അങ്ങനെ 8 സംഖ്യകളാണ് നമുക്കുള്ളത്. സോ ഒന്നാമത്തെ പ്ലേസിൽ ഞാൻ 8 എന്ന് എഴുതി വെച്ചു, കാരണം 8 സംഖ്യകളാണ് നമുക്കുള്ളത്. ശരിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഇരുന്ന സംഖ്യക്ക് എവിടെയും ഇരിക്കാം, ഇപ്പുറത്തും ഇരിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ഓരോരുത്തരെ എന്ത് ചെയ്യണ്ട? വെട്ടിക്കളയണ്ട. കാരണം റെപ്പറ്റീഷൻ അലൗഡ് ആയി, എവിടെ വേണമെങ്കിലും കയറി ഇരിക്കാന്നേ. അപ്പൊ ഇവിടെ 8 പേർക്ക് ഇരിക്കാമെങ്കിൽ ഇവിടെയും എത്ര പേർക്ക് ഇരിക്കാം? 8 പേർക്ക് ഇരിക്കാം. ശരിയല്ലേ? കാര്യം റെപ്പറ്റീഷൻ അലൗഡ് ആണ്. ഇൻ കേസ് റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആയിരുന്നെങ്കിലോ, അതായത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിലോ, ഇവിടെ 8 പേർക്ക് ഇരിക്കാമെങ്കിൽ ഇവിടെ എത്ര പേരെ ഇരിക്കുള്ളൂ? 7 പേരെ ഇരിക്കുള്ളൂ. ശരിയല്ലേ? കാരണം ഒരാൾ എവിടെ ഇരിക്കും? അപ്പുറത്ത് കയറി ഇരിക്കും. അയാൾ റിപ്പീറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യം. ശരിയല്ലേ മക്കളെ? ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും ട്വിസ്റ്റ് വരുന്ന ഒരു സംഭവം. ഈ ഫസ്റ്റ് പ്ലേസിലും ബേസിക് ആയിട്ട് പറഞ്ഞ 8 പേരിരുന്നേ പറ്റത്തുള്ളൂ. കാര്യം റെപ്പറ്റീഷൻ അലൗഡ് ആണ്, എത്ര പേർക്ക് വേണമെങ്കിലും മാറി മാറിയിരിക്കാം. ശരിയല്ലേ? പക്ഷേ ഈ ഒരു പ്ലേസിനകത്ത് നമുക്ക് 3-digit നമ്പർ അല്ലേ വേണ്ടുന്നത്? നമ്മൾ ഇന്ന് വ്യത്യസ്തമായ കണ്ടീഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തത്. അപ്പൊ 3-digit നമ്പർ എന്ന് വെച്ചാൽ അതിന് എല്ലാ ഡിജിറ്റുകളും വേണം. അപ്പൊ നോക്കിക്കേ, ഈ തന്നേക്കുന്ന ഡിജിറ്റുകളിൽ ഓൾറെഡി 0 ഇൻക്ലൂഡഡ് ആണ്. ശരിയല്ലേ മക്കളെ? ആ 0 നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. 0, 1, 2 ഒരു നമ്പരാ. ഈ നമ്പറിനെ നമ്മൾ 3-digit നമ്പറായിട്ട് കൺസിഡർ ചെയ്യുമോ? ഇല്ല. കാരണം എന്താ? അത് 2-digit നമ്പരാ. കാര്യം ഫ്രണ്ടിൽ വരുന്ന 0 ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? കൂട്ടത്തില്ല. സോ ഈ ഒരു കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആദ്യത്തെ പ്ലേസിൽ ആര് വരത്തില്ല? 0 വരത്തില്ല. അതെന്തുകൊണ്ടാ? കണ്ടീഷൻ ഇവിടെ ഇത് പറയുന്നോണ്ടാണോ? ഒരിക്കലും അല്ല. നമ്മളാണ് മനസ്സിലാക്കേണ്ടത് 0 എന്ന നമ്പർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഫ്രണ്ടിൽ വരില്ല. അപ്പം ഇവിടെ 8 സംഖ്യകൾക്ക് ഇരിക്കാൻ പറ്റില്ല. പകരം എത്ര സംഖ്യകൾക്ക് ഇരിക്കാം? 7 സംഖ്യകൾക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഇനി ബാക്കി ഉത്തരം നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയായിരിക്കും ബാക്കി ഉത്തരങ്ങൾ വരുന്നത്? ടോട്ടൽ 3-digit നമ്പേഴ്സ് ഈക്വൽ ടു 7 into 8 into 8 എന്ന് ഉത്തരം കിട്ടും. ശരിയല്ലേ മക്കളെ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഉത്തരം എഴുതുക. എന്തെങ്കിലും പ്രയാസമുണ്ടോ? അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ലോജിക് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇതേ ചോദ്യം തന്നെ ആലോചിച്ച് നോക്കേ. ഈ 0 ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരങ്ങൾ എങ്ങനെ വരും? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഒന്നാമത്തെ പെട്ടിയിൽ 7 സംഖ്യകൾ. കാരണം എന്താ? 0 ഇല്ലല്ലോ, ബാക്കി 7 സംഖ്യകളല്ലേ ഉള്ളൂ.
രണ്ടാമത്തെ പെട്ടിയിലും 7 സംഖ്യകൾ, മൂന്നാമത്തെ പെട്ടിയിലും 7 സംഖ്യകൾ. അല്ലേ? ശരിയല്ലേ? അവിടെ പൂജ്യത്തിനെ കളയേണ്ട ആവശ്യമില്ല. കാര്യം ചോദ്യത്തിനകത്ത് എന്തില്ല? പൂജ്യമില്ല. അപ്പൊ ഉത്തരം എങ്ങനെ വരും? 7 into 7 into 7. ഇത്രയേ ഉള്ളൂ മക്കളെ കാര്യം. വലിയ മലമറിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെന്നേ. വളരെ ഈസി ആയിട്ട് തിങ്ക് ചെയ്താൽ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്: ഹൗ മെനി 3-digit even numbers can be formed with the digits 1, 2, 3, 4, 5, 6, 7, 8 where the numbers cannot be repeated, can be repeat. അല്ലേ? അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ രണ്ടും ചെയ്യണം. റിപ്പീറ്റും ചെയ്യാം, റെപ്പിറ്റീഷൻ നോട്ട് അലൗഡും ചെയ്യാം. അല്ലേ? നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചോദ്യത്തിൽ എന്തോ ഒരു അസ്വാഭാവികതയുണ്ട്. അല്ലേ? നമ്മൾ സാധാ ചോദിക്കുന്ന ചോദ്യം അല്ല ഇത്. എന്തോ ചോദിച്ചേക്കുന്നത് നോക്കിയേ. ഇറ്റ്സ് എ 3-digit ഈവൻ നമ്പേഴ്സ്. ശരിയല്ലേ മക്കളെ? അപ്പൊ 3-digit ഈവൻ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം ഈവൻ നമ്പേഴ്സ്, അതിന്റെ പ്രത്യേകതകളെ പറ്റി ചിന്തിച്ചിട്ട് നമുക്ക് പോവാം. ശരിയല്ലേ? അപ്പൊ 3-digit ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോ സമയത്ത് മക്കളെ, ഒരു ഈവൻ നമ്പറിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? സിമ്പിൾ, യൂസ് യുവർ കോമൺ സെൻസ്. ഒരു ഈവൻ നമ്പറിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? അതാ ഞാൻ ചോദിക്കാം. 123, 123 ഒരു ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? എന്തായിരിക്കും? ഓഡ് നമ്പരാ. ശരിയല്ലേ? എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്? 123 എന്ന് വിളിക്കുന്ന സംഖ്യ ഒരു ഓഡ് നമ്പർ ആണെന്ന് പറയാൻ കാരണം അതിന്റെ അവസാനത്തെ നമ്പർ ഓഡ് ആയതുകൊണ്ടാ. സോ ഓഡ് നമ്പറിനെയും ഈവൻ നമ്പറിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് ആരാ? അവസാനത്തെ സംഖ്യയാണ്. ശരിയല്ലേ? സോ അവസാനത്തെ സംഖ്യ ഈവൻ ആകാം, ഓടാകാം. അല്ലെ? അത് വെച്ചിട്ടാണ് നമ്മൾ ഓഡ് ഈവനും കണ്ടുപിടിക്കുന്നത്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ നോക്കേ, നമുക്ക് 3-digit ഈവൻ നമ്പേഴ്സ് ആണ് വേണ്ടുന്നത്. ആണേ? അങ്ങനെയാണെങ്കിൽ ദാ ഞാൻ ആദ്യം ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാം എന്ന കണ്ടീഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡിജിറ്റ്സ് റെപ്പിറ്റേഷൻ നോട്ട് അലൗഡ് ചെയ്യാം, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യരുതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പം ക്യാൻ റിപ്പീറ്റ് എന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക മക്കളെ, 3-digit നമ്പർ ഈവൻ ആകണമെങ്കിൽ അവിടെ കണ്ടീഷൻ വരുന്നത് ആർക്ക് മാത്രമാ? അവസാനത്തെ ഡിജിറ്റിന് മാത്രമാ. ശരിയാണോ? കാരണം എന്താ? ആദ്യത്തെയും രണ്ടാമത്തെയും, അതായത് ഈ ഒരു പെട്ടിയിലും ഈ ഒരു പെട്ടിയിലും ഒരു കണ്ടീഷനും നമ്മൾ നോക്കണ്ട. കാരണം എന്താ? അവിടെ എന്തു വേണമെങ്കിലും വരാം. ശരിയല്ലേ മക്കളെ? മൂന്നാമത്തെ പെട്ടിയിലാണ് കൃത്യമായിട്ട് ഒരു ഈവൻ നമ്പറിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യേണ്ടത്. മക്കളെ ഇങ്ങനെ ശ്രദ്ധിച്ചേ. ദാ റിപ്പീറ്റ് ചെയ്യാൻ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ നിങ്ങൾ നോക്കണ്ട. നമുക്ക് ആകെ മൊത്തം 8 സംഖ്യകളുണ്ട്. എത്ര സംഖ്യകളുണ്ട്? 8 സംഖ്യകൾ. സോ ഒന്നാമത്തെ പെട്ടിയിൽ 8. എന്തുകൊണ്ടാ? 8 പേർക്ക് മാറി മാറി അവിടെ ഇരിക്കാന്നേ, അവരങ്ങ് ഇരുന്നോട്ടെ. അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പെട്ടിയിലോ 8 തന്നെ. കാരണം എന്താ? ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ആ 8 സംഖ്യകൾക്കും അവിടെയും വരാം. ശരിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ അവസാനത്തെ നമ്പറിൽ മാത്രം എന്ത് ചേഞ്ച് വരും? ഇതിനെ പറ്റിയിട്ടാണ് ഡിസ്കഷൻ നടത്തുന്നത്. മക്കളെ, ഇതൊരു ഈവൻ നമ്പർ ആകണമെങ്കിൽ ഈ ഡിജിറ്റ് എന്താകണം? ഒരു ഈവൻ നമ്പർ ആകണം. ശരിയല്ലേ? അവിടെയും 8 തന്നെ ഇട്ടുവെച്ചാ നമുക്ക് തന്നേക്കുന്ന എല്ലാ സംഖ്യകളും അവിടെ ഇരിക്കാമെന്നാണ് വിചാരം. പക്ഷേ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ഈവൻ നമ്പറാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതിൽ ഈവൻ നമ്പേഴ്സ് ആരൊക്കെയാ? 2 ഒരു ഈവൻ നമ്പറാണ്, 4 ഒരു ഈവൻ നമ്പറാണ്, 6 ഒരു ഈവൻ നമ്പറാണ്, 8 ഒരു ഈവൻ നമ്പറാണ്. സോ ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ദെയർ? 4 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ശരിയല്ലേ? അപ്പൊ ഈ 4 ഈവൻ നമ്പേഴ്സ് മാത്രമേ ദാ ഈ പെട്ടിയിൽ ഇരിക്കത്തുള്ളൂ. കാരണം അവസാനത്തെ പെട്ടിയിൽ ഈവൻ നമ്പേഴ്സ് വരണം എന്നുള്ളത് നിർബന്ധമാണ്. ശരിയല്ലേ മക്കളെ? അപ്പൊ ടോട്ടൽ ആൻസർ എത്ര കിട്ടും? ടോട്ടൽ 3-digit numbers where digits can repeat is equal to 8 into 4. ശരിയല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുക, ഉത്തരം എഴുതുക. അല്ലെ? അതിന് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അത് കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു ഉത്തരം കിട്ടുന്നത് വരെയാണ് ഏറ്റവും വലിയ ടാസ്ക്. ശരിയാണേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിജിറ്റ്സ് കൻ നോട്ട് ബി റിപ്പീറ്റഡിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അവിടെയും ഞാൻ 3 പെട്ടി വരച്ചു.
അപ്പൊ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, മക്കളെ, ഒരു ചോദ്യത്തെ ഒരു കണ്ടീഷനെ മെൻഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എപ്പോഴും ആ കണ്ടീഷനെ വേണം ആദ്യം സോൾവ് ചെയ്യാൻ, അല്ലെ? ഇപ്പൊ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. പക്ഷേ ഡിജിറ്റ്സ് കൻ നോട്ട് ബി റിപ്പീറ്റഡ് അല്ലെങ്കിൽ റെപ്പിറ്റീഷൻ നോട്ട് അലൗഡ് എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ വേറെ ഒന്നും ചെയ്യരുത്, കണ്ടീഷനെ ആദ്യം ചെയ്യുക. ഈവൻ നമ്പർ എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ കണ്ടീഷൻ വരുന്നത് ഏത് പ്ലേസിലാ? ഈ പ്ലേസിൽ. നേരത്തെ പറഞ്ഞതുപോലെ 2, 4, 6, 8 ഈ തന്നേക്കുന്നതിൽ ഈവൻ നമ്പേഴ്സ് ആയിട്ടുള്ള 2, 4, 6, 8 ഈ 4 സംഖ്യകളെ ഈ പെട്ടിയിൽ കയറിയിരിക്കത്തുള്ളൂ. ശരിയല്ലേ മക്കളെ? അപ്പം ആദ്യം സോൾവ് ചെയ്തത് ആരെയാ? ഈവൻ നമ്പേഴ്സിനെ, അതായത് അവസാനത്തെ ഡിജിറ്റിനെ. ശരിയാണേ? അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നോട്ടുള്ള ഡിജിറ്റുകൾ അല്ലെങ്കിൽ പെട്ടികളെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എങ്ങനെ വരുവായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കെ. തൊട്ട് മുന്നോട്ടുള്ള പെട്ടികളിൽ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും ഇല്ല, പക്ഷെ അവിടെ ഉള്ള ഏക കണ്ടീഷൻ റെപ്പിറ്റീഷൻ നോട്ട് അലൗഡ് എന്നുള്ളതാ, അല്ലെ? അപ്പൊ നോക്കിക്കേ, മൊത്തം 8 സംഖ്യകളുള്ളതിൽ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. 8 സംഖ്യകളുള്ളതിൽ 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ അവസാനത്തെ ഡിജിറ്റിൽ അങ്ങ് കയറി ഇരിക്കുമല്ലോ. ഇരുന്നേ, അതിനി വരുവോ? കാര്യം ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യരുതെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം 8 സംഖ്യകളിൽ നിന്നും ഒരെണ്ണം എങ്ങനെ പോയാലും ഇവിടെ കയറിയിരിക്കും. ശരിയല്ലയോ? ബാക്കി എത്ര എണ്ണം ഉണ്ട് മക്കളെ? നോക്കിക്കേ, നേരത്തേതുമായിട്ടുള്ള വ്യത്യാസം ഇതാണ്. എന്തുവാ? ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷനും ആലോചിക്കണ്ട, ഒന്ന് വീതം കുറയ്ക്കുകയും വേണ്ട. പക്ഷേ റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് എന്ന് പറയുമ്പോൾ ഓരോന്ന് വീതം കുറച്ചെഴുതുക. അപ്പൊ ആലോചിക്കണം, ഇങ്ങനൊന്നും ചിന്തിക്കരുത്. എങ്ങനെയാ? 2, 4, 6, 8 4 സംഖ്യകൾ അവിടെ അങ്ങ് കയറിയല്ലോ, ബാക്കി 8 എണ്ണത്തിൽ 4 പോയാൽ 4 ഉള്ളൂ. അങ്ങനല്ല ചിന്തിക്കേണ്ടത്. എങ്ങനെ ചിന്തിക്കുക? 8 എണ്ണത്തിൽ ഒരെണ്ണവേ അറ്റ് എ ടൈം ഇവിടെ ഇരിക്കത്തുള്ളൂ. ശരിയല്ലയോ? ആ ഒരെണ്ണം കുറച്ചാൽ മതി. അപ്പൊ 8 എണ്ണത്തിൽ നിന്നും ഒരെണ്ണം കുറച്ചു, ബാക്കി എത്ര? 7 എണ്ണം തൊട്ടടുത്ത പെട്ടിയിൽ. അപ്പൊ നോക്കേ, അടുത്ത ചിന്ത, 7 എണ്ണത്തിൽ ഒരെണ്ണം അവിടെ ഇരിക്കുമല്ലോ, ബാക്കി ഇനി എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഇവിടെ പോയി. ബാക്കി എത്ര എണ്ണം ഉണ്ട് മക്കളെ? 6 എണ്ണം. ഈ 6 എണ്ണമായിരിക്കും അടുത്ത പെട്ടിയിൽ. സോ വേണമെങ്കിൽ ഇവിടെ 7ഉം ഇവിടെ 6ഉം എഴുതാം. അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പിടിയോ? ഇവിടുത്തെ പ്രശ്നം എന്തുവാ? ഇവിടെ 4 വരിക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ കണ്ടീഷൻ. സോ ദ ആൻസർ ഈസ് 6 into 7 into 4. ഇതായിരിക്കും അതിന്റെ ആൻസർ. മൾട്ടിപ്ലൈ ചെയ്യുക, ഉത്തരം എഴുതുക. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? അപ്പൊ 7ഉം 6ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ രീതിയാ. പക്ഷെ ആ 4 അവിടുന്ന് മാറരുത്. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ NPR എന്ന് വിളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. ശരിയല്ലേ? അപ്പൊ ഈ ചോദ്യം ചെയ്ത അതേ ഗ്രാഹ്യത്തോടു കൂടി തന്നെ തൊട്ടടുത്ത ചോദ്യങ്ങളും മക്കളുമാര് ചെയ്യുന്നു. How many 4-letter code can be formed using the first 10 letters of English alphabet if no letters can be repeated? ഇതൊക്കെ ചെയ്യാൻ നമുക്കിനി പാടുണ്ടോ? നമുക്ക് എന്തുവാ വേണ്ടുന്നത്? 4-letter code. ശരിയല്ലേ? 4-letter code എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര പെട്ടി? 1, 2, 3, 4 4 പെട്ടി 4-letter code. അതെ. ഇനി നമുക്ക് തന്നേക്കുന്നത് ആദ്യത്തെ 10 ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആ. എത്ര? 10 എണ്ണം അല്ലെ? അപ്പൊ ഇവിടെ കണ്ടീഷൻ ഒന്നുമില്ല. എന്തെങ്കിലും കണ്ടീഷൻ പറയാൻ പറ്റുമോ? 10 ഇംഗ്ലീഷ് അക്ഷരങ്ങളും ഉണ്ട്, അതെടുത്ത് അങ്ങോട്ട് അറേഞ്ചും ചെയ്യണം. സിമ്പിൾ. ആകെ നോക്കേണ്ടത് റെപ്പറ്റീഷൻ അലൗഡ് ആണോ നോട്ട് അലൗഡ് ആണോ എന്ന് മാത്രമാണ്, അല്ലെ? അപ്പൊ റെപ്പറ്റീഷൻ അലൗഡ് ആണോ നോട്ട് അലൗഡ് ആണോ എന്ന് നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് നോ ലെറ്റേഴ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് എന്നാ, അല്ലെ? അതായത് റെപ്പറ്റീഷൻ വരാൻ പാടില്ല, അതായത് ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എങ്ങനെ ചെയ്യും? ഒന്നാമത്തെ പെട്ടി 10. എന്തുകൊണ്ട് അവിടെ 10 വന്നത്? ഇപ്പൊ ആദ്യത്തെ 10 അക്ഷരങ്ങൾ ABCDEFGHIJ വരെ എടുത്തെന്ന് വെച്ചോ. ആ 10 അക്ഷരത്തിലും എവിടെ വരാം? ആദ്യത്തെ പെട്ടിയിൽ വരാം. വേണമെങ്കിൽ ഈ 10 നിങ്ങൾക്ക് ഇങ്ങനെ അറ്റത്ത് വിടാം, ഒരു കുഴപ്പമില്ല. കാരണം റെപ്പറ്റീഷൻ അലൗഡ് നോട്ട് അലൗഡ് മാത്രമേ ഇവിടുത്തെ കണ്ടീഷൻ ഉള്ളൂ, വേറെ ഒരു കണ്ടീഷനും ഇല്ല. ഒരു കണ്ടീഷനും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നേ, അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ പെട്ടിയിൽ 10,
റെപ്പറ്റീഷൻ നോട്ട് അലൗഡ്. അപ്പൊ ചിന്തിക്കേണ്ട എങ്ങനെയാ? 10 എണ്ണത്തിൽ ഒരാള് ഇവിടെ ഇരിക്കും. ബാക്കി എത്ര പേരുണ്ട്? 9 പേര്. അപ്പൊ 9 പേരിൽ ഒരാള് അവിടെ ഇരിക്കും. ബാക്കി എത്ര പേരുണ്ട്? 8 പേര്. 8 പേരിൽ ഒരാൾ അവിടെ ഇരിക്കും. ബാക്കി എത്ര പേരുണ്ട്? 7 പേര്. ഉത്തരം തീർന്നു മക്കളെ. അപ്പൊ ഉത്തരം എന്ത് വരും? 10 into 9 into 8 into 7. അപ്പൊ ഇതിനെ ഒറ്റയടിക്ക് ചെയ്യാൻ 10p4 എന്ന് വിളിക്കുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ ഓർക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ റെപ്പറ്റീഷൻ അലൗഡ് ആയിരുന്നെങ്കിലോ? അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? 4 പെട്ടി വരയ്ക്കുന്നു. അപ്പൊ ഇവിടെ റെപ്പറ്റീഷൻ അലൗഡ് ആണ്. ഇവിടെ ഡിജിറ്റ്സ് റിപ്പീറ്റ് ആവേ. ആദ്യത്തെ പെട്ടിയിൽ 10, ഒരു കുഴപ്പമില്ല. രണ്ടാമത്തെ പെട്ടിയിലും 10. എന്താ? അലോ ചെയ്യാം. അലൗഡ് ആണെങ്കിൽ ഇങ്ങനെ എടുത്തെടുത്തങ്ങ് പോയാൽ മതി. പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ടേ. ഒന്നും വിധം കുറയ്ക്കുകയും വേണ്ട, കൂട്ടുകയും വേണ്ട, ഒന്നും വേണ്ട. 10 സ്വാഭാവികമായിട്ട് അടുത്ത് എത്ര ആയിരിക്കും? 10. അടുത്ത് എത്ര ആയിരിക്കും? 10. ഇത്രേ ഉള്ളു കാര്യം. ഇതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഉത്തരം എത്ര? 10 into 10 into 10 into 10 അല്ലേ? ഇത്രേ ഉള്ളു കാര്യം. വളരെ എളുപ്പത്തിൽ പോവാ. അപ്പൊ അലൗഡ് ആണെങ്കിൽ മാത്രം അതേപോലെ ഇട്ടങ്ങ് പോവാ. 10 10 10 10. നോട്ട് അലൗഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് വീതം കുറച്ചെഴുതുക. അവിടെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു എന്ത് മിസ്റ്റേക്ക് അല്ലേ? അത് മാത്രം ഓർത്തിരുന്നാ മതി. സോ തൊട്ടടുത്ത ചോദ്യം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ചോദ്യം ഇതാണ്: ഹൗ മെനി 5-digit telephone numbers can be constructed using the digits 0 to 9? അപ്പൊ ഓർക്കുക, 0 1 2 3 4 5 6 7 8 9 ഇത്രയും സംഖ്യകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു 5-digit ടെലിഫോൺ നമ്പേഴ്സ് ഉണ്ടാകണം. ഇതെല്ലാം നമ്മുടെ മനസ്സിലങ്ങ് വരണം കേട്ടോ. അപ്പൊ 5-digit എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര പെട്ടി വരയ്ക്കണം? 1 2 3 4 5 പെട്ടി വരച്ചു. ശരിയല്ലേ? ഈ 5 പെട്ടിയിൽ നിന്നും ചോദ്യം പറഞ്ഞേക്കുന്നത് ഈച്ച് നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 67. ഓരോ നമ്പരും 67 തുടങ്ങണമെന്നാ. അതായത് മൊത്തം 5 ഡിജിറ്റ് ഉണ്ട് മക്കളെ. ഈ 5 ഡിജിറ്റിൽ ഓരോ നമ്പരും 67 തുടങ്ങണം. അപ്പൊ 5 ഡിജിറ്റിൽ 6 7 67. ഈ 2 ഡിജിറ്റ് നമുക്കിനി വേണ്ട. കാരണം നോക്കിക്കേ, ഇവിടെ 6 എഴുതി, ഇവിടെ 7 എഴുതി. അതായത് ചുരുക്കം പറഞ്ഞ അവിടെ 6ഉം 7ഉം മാത്രമേ വരൂ. ഈ മാത്രമേ വരത്തുള്ളെങ്കിൽ പിന്നെ അവിടെ അറേഞ്ച്മെന്റ് ഉണ്ടോ മക്കളെ? ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നാലല്ലേ മാറി മാറി ഇരിക്കണമെന്ന് പറയത്തുള്ളൂ. ഇവിടെ മാറ്റം ഒന്നുമില്ല. ആദ്യത്തെ ഡിജിറ്റ് ആയിട്ട് 6ഉം വരണം, രണ്ടാമത്തെ ഡിജിറ്റ് ആയിട്ട് 7ഉം വരണം. സോ ഈ 2 പെട്ടികളെ പറ്റി നമ്മൾ എന്ത് ചെയ്യണ്ട? ഡിസ്കഷൻ വേണ്ട. ശരിയല്ലയോ? കാരണം എന്താ? അത് ഓൾറെഡി ഫിൽഡ് ആണ്. ക്വസ്റ്റ്യനിൽ എങ്ങാനും ഫില്ല് ആയി എന്നും പറഞ്ഞ് തന്നാൽ പിന്നെ അതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുകയേ വേണ്ട. ബാക്കിയെ പറ്റി ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ചേ, ബാക്കി ഇനി നമുക്കുള്ളത് 3 പെട്ടികൾ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണ്. ശരിയല്ലയോ? നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. അപ്പൊ നമ്മൾ ആലോചിച്ചേ, 6 ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നമുക്കിനി 6 വേണ്ട. 7ഉം ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. സോ 7ഉം വേണ്ട. ബാക്കി ഇനി എത്ര ഉണ്ട് എണ്ണി നോക്കിയാൽ മതി. 1 2 3 4 5 6 7 8. ശരിയല്ലയോ? കാര്യം 0 മുതൽ 9 വരെ 10 സംഖ്യകളാ. ഈ 10 സംഖ്യകളിൽ 6ഉം പോയി 7ഉം പോയി. ബാക്കി എത്ര സംഖ്യകളുണ്ട്? 8 സംഖ്യകൾ. അപ്പൊ ഒന്നാമത്തെ പെട്ടിയിൽ 8 പേർക്ക് മാറി മാറിയിരിക്കാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത പെട്ടിയിലോ റെപ്പറ്റീഷൻ നോട്ട് അലൗഡ്, റിപ്പീറ്റ് ചെയ്യരുതെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരാൾ അവിടെ കയറി ഇരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യണം. ഒരാൾ അവിടെ ഇരുന്ന അടുത്ത എന്തുവാ? 7 പേര്. അടുത്ത എത്ര? 6 പേര്. ഉത്തരം തീർന്നേ. ഉത്തരം എത്ര? 8 into 7 into 6. അപ്പൊ ഓർക്കുക, 5 ഡിജിറ്റ് ഒക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടെ 5 ഡിജിറ്റിന്റെ പെർമ്യൂട്ടേഷൻ നമുക്ക് വേണ്ട. നമുക്ക് എത്ര ഡിജിറ്റിന്റെ മതി? ആകെ 3 ഡിജിറ്റിന്റെ മതി. കാരണം 5 ഡിജിറ്റിൽ 2 എണ്ണം ഫിക്സ് ചെയ്തെന്നാ പറഞ്ഞേക്കുന്നത്. ഫിക്സ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുകയേ വേണ്ട, ഓർക്കുകയേ വേണ്ട. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ചോദിക്കുക ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് എന്നായിരുന്നെങ്കിലോ, റെപ്പറ്റീഷൻ അലൗഡ് ആയിരുന്നെങ്കിലോ? ഒന്നും നോക്കണ്ട. ഇവിടെ 10 വരും, ഇവിടെ 10 വരും, ഇവിടെയും 10 വരും. കാരണം എന്താ?
10 നമ്പേഴ്സും നമുക്ക് റിപ്പീറ്റ് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ റെപ്പറ്റീഷൻ അലൗഡ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അലൗഡ് എന്ന് വെച്ചാൽ അർത്ഥമൊന്നുമില്ല, മൊത്തം നമ്പേഴ്സ് എല്ലായിടത്തും വരും. പക്ഷെ 6ഉം 7ഉം ആദ്യത്തെ നമ്പേഴ്സ് ആയിട്ട് വരും എന്നാ പറഞ്ഞേക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ നോക്കിയേ വേണ്ട. പിടികിട്ടിയില്ലേ? അപ്പൊ 10 എപ്പോഴാ? റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ. ഇവിടെ എന്തുവാ? നോട്ട് അലൗഡാ. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്: given 5 flags of different colors, അല്ലയോ, how many different signals can be generated if each signal requires the use of 2 flags? അപ്പൊ ഇവിടെ റെപ്പറ്റീഷന്റെ കാര്യം പറയുന്നില്ല, റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണെന്നോ അലൗഡ് ആണെന്നോ പറയുന്നില്ല, അല്ലയോ. പക്ഷെ നമുക്ക് നമ്മുടെ സെൻസ് യൂസ് ചെയ്യുക. നോക്കേ, മൊത്തം 5 കൊടിയുണ്ട്. ഈ 5 കൊടിയില് മേളിലും താഴെയുമായിട്ട് 2 കൊടികൾ വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 5 കൊടിയല്ലേ ഉള്ളൂ. 5 കൊടിയിൽ മേളിൽ ഒരെണ്ണം വെച്ചാ പിന്നെ ആ കൊടി തന്നെ എടുത്ത് താഴെ വെക്കാൻ പറ്റുമോ മക്കളെ? കാര്യം 2 ഫ്ലാഗ് അറ്റ് എ ടൈം യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കണ്ടീഷൻ എന്തുവാ? റെപ്പറ്റീഷൻ നോട്ട് അലൗഡാ. ശരിയല്ലയോ? കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആകെ 5 കൊടിയല്ലേ ഉള്ളൂ. 5 കൊടിയിൽ ഒരെണ്ണം മേളിൽ കയറി ഇരുന്ന അതേ കൊടിയെടുത്ത് പിന്നെ താഴെ വെക്കാനായിട്ട് പറ്റത്തില്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ ഇവിടെ കണ്ടീഷൻ എന്തുവാ? റെപ്പറ്റീഷൻ നോട്ട് അലൗഡ്. ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാം. നോക്കിക്കേ, മൊത്തം എത്ര കൊടിയുണ്ട്? 5 ഫ്ലാഗ്. ശരിയല്ലേ? അപ്പൊ ഒന്നാമത്തെ പെട്ടിയിൽ 5 ഫ്ലാഗ്. അപ്പൊ രണ്ടാമത്തെ പെട്ടിയിൽ എത്ര ഫ്ലാഗ് ഇരിക്കാം? കാര്യം 5 ഫ്ലാഗ് ഉള്ളതിൽ 1 ഫ്ലാഗ് എന്തായാലും ആ പെട്ടിയിൽ കയറി ഇരുന്നേ പറ്റത്തുള്ളൂ. ഇരുന്നു. ബാക്കി എത്ര ഫ്ലാഗ് ഉണ്ട് മക്കളെ? 4 ഫ്ലാഗ്, അല്ലയോ? റെപ്പറ്റീഷൻ അലൗഡ് ആയിരുന്നെങ്കിൽ അവിടെ 5 എഴുതായിരുന്നു. പക്ഷെ ഇവിടെ അലൗഡ് അല്ല. അപ്പൊ ഉത്തരം പറഞ്ഞ ടോട്ടൽ സിഗ്നൽസ് എത്ര? 5 into 4. ഇതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് വിളിക്കുന്നതിന്റെ ലോജിക്ക്. അതായത് ഇൻഡിവിജ്വലി ഓരോന്നോരോന്ന് കണ്ടുപിടിക്കുക, ആ ഓരോന്നോരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഓൾ ടുഗദർ ഉള്ള ഉത്തരം കിട്ടും. അപ്പൊ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് മക്കളുമാർക്ക് മനസ്സിലായെന്നല്ലേ വിശ്വാസം. അപ്പൊ ഓർക്കേണ്ട കാര്യം, പരീക്ഷകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിര സാന്നിധ്യമാണ്. പിടികിട്ടുന്നുണ്ടോ? അപ്പം ഈ ഒരു ചാപ്റ്ററിൽ പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്ന ആ ഒരു ടോപ്പിക്ക് തുടങ്ങുന്നത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിലാണ്, അല്ലെ? അപ്പം ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചോദ്യം: ഹൗ മെനി 4-digit numbers are there with no digits repeated? മക്കളേതാ ഒന്നും പറയണില്ല, അല്ലെ? അതായത് നമുക്ക് ഏതൊക്കെ സംഖ്യകൾ തന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് ഏതൊക്കെ സംഖ്യകൾ ഉപയോഗിക്കാന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഫുള്ള് നമ്മുടെ കോമൺ സെൻസാ. അതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിളാ. ഹൗ മെനി 4 digit? അപ്പൊ സ്വാഭാവികമായിട്ടും 4 പെട്ടി വേണം. ശരിയല്ലേ മക്കളെ? 1 പെട്ടി, 2 പെട്ടി, 3 പെട്ടി, 4 പെട്ടി. ഈ 4 പെട്ടിയിൽ ഏതൊക്കെ സംഖ്യകൾക്ക് കയറിയിരിക്കാം നമുക്കറിയത്തില്ല. ഏതൊക്കെ സംഖ്യകൾക്ക് കയറിയിരിക്കാം? സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ മൊബൈലിന്റെ കീപാഡ് ഉണ്ടല്ലോ, ഇതിനകത്ത് ഏതൊക്കെ സംഖ്യകളാ ഉള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇല്ല. 10ന് പകരം എന്തുവാ? 0. അപ്പൊ ഇത്രയും സംഖ്യകളാണ് ഉള്ളത്. ശരിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ലോജിക്കാണ്. ആദ്യത്തെ പെട്ടിയിൽ 10. ശരിയല്ലേ? രണ്ടാമത്തെ പെട്ടിയിൽ നോ ഡിജിറ്റ്സ് റിപ്പീറ്റഡ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പെട്ടിയിൽ എത്ര? 9. മൂന്നാമത്തെ പെട്ടിയിൽ 8. അടുത്ത പെട്ടിയിൽ 7. ഉത്തരം ഇങ്ങനെ കിട്ടും. പക്ഷേ ശ്രദ്ധിക്കുക, പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ എടുക്കുമ്പോൾ ഈ 0 എവിടെ വരത്തില്ല? ആദ്യത്തെ പെട്ടിയിൽ വരത്തില്ല. ശരിയല്ലയോ? അപ്പൊ ആദ്യത്തെ പെട്ടിയിൽ ഞാൻ ഈ 10 എഴുതുന്നത് തെറ്റല്ലേ മക്കളെ? അവിടെ എത്രേ വരത്തുള്ളൂ? 9 വരത്തുള്ളൂ. പക്ഷേ ആ 0 എവിടെ വരാം? രണ്ടാമത്തെ പെട്ടിയിൽ വരാം. അതുകൊണ്ട് അവിടുത്തെ കണ്ടീഷന് മാറ്റമൊന്നുമില്ല. അത് 9, 8, 7 എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ടോട്ടൽ 10 ഡിജിറ്റുകൾ ഉണ്ട്, അതിൽ ഒരെണ്ണം പോയി. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 9 എങ്ങനെ വന്നതാ? ടോട്ടൽ 10 ഡിജിറ്റ് ഉണ്ട്, അതിൽ ആര് വരത്തില്ല? 0 വരത്തില്ല. അതുകൊണ്ട് ബാക്കി 9. ശരിയല്ലയോ? ഈ 9 എങ്ങനെ വന്നതാ? രണ്ടിനും 2 കാരണങ്ങളാ. ആദ്യത്തെ 9 വരാനുള്ള കാരണം 0 വരില്ല എന്നൊരു കാരണത്താല. രണ്ടാമത്തെ 9 ആകെ 10 ഡിജിറ്റ് ഉണ്ട്. ആ 10 ഡിജിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം?
ഒരെണ്ണം അവിടെ മാറി. ബാക്കി എത്ര ഉണ്ട്? 9 എണ്ണം. അങ്ങനെ വന്നതാണ് രണ്ടാമത്തെ 9. പിടികിട്ടിയോ? അപ്പൊ ഇതിന്റെ ഉത്തരം എത്ര കിട്ടും? 9 into 8 into 7. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, ഇവിടെ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് എങ്കിൽ, റെപ്പറ്റീഷൻ അലൗഡ് ആയിരുന്നു എങ്കിൽ ഇതിന്റെ ഉത്തരം എങ്ങനെ ചെയ്യും? സോ 4 പെട്ടി. ശരിയല്ലയോ? ഒന്നാമത്തെ പെട്ടിയിൽ 10 ഡിജിറ്റിനും കയറിയിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തുകൊണ്ടാ? 9 ഡിജിറ്റിനെ പറ്റത്തുള്ളൂ. 0 വരരുത്. ശരിയല്ലേ? രണ്ടാമത്തെ പെട്ടിയിൽ കണ്ടീഷൻ വല്ലതും ഉണ്ടോ? 2, 3, 4 പെട്ടികളിൽ ഒരു കണ്ടീഷനും ഇല്ല. ഇഷ്ടമുള്ള അത്രയും ഡിജിറ്റുകൾക്ക് ഇരിക്കാം. അപ്പൊ എത്ര വരും? 10, 10, 10. ശരിയല്ലേ? അപ്പൊ റെപ്പറ്റീഷൻ വന്നാൽ എളുപ്പമാ, ഒരു കുഴപ്പവും ഇല്ല. റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ ഈ ഒന്നാമത്തെ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഇവിടോ ഒന്നാമത്തെ കണ്ടീഷൻ അല്ല, 1 വീതം കുറയ്ക്കണമെന്നും ആലോചിക്കുക. ഇത്രയുമാണ് നമ്മൾ ഈ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ചോദ്യങ്ങൾ. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ടോപ്പിക് ആയിട്ട് വരുന്നത് ഇതാണ്, ഫാക്ടോറിയൽ. എന്താണ്? ഫാക്ടോറിയൽ. ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ മക്കളെ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതെല്ലാം അറേഞ്ച്മെന്റ് എന്നൊരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഉപകാരപ്രദമാകാനുള്ള കാര്യങ്ങളെയാണ്, അല്ലേ? അപ്പം ഇതിൽ ഫാക്ടോറിയൽ എന്ന നൊട്ടേഷന് എന്താണ് ബന്ധം അല്ലെങ്കിൽ എന്താണ് ആവശ്യകത എന്ന് പറയുന്നതിന് മുന്നേ ഫാക്ടോറിയൽ എന്താണെന്ന് പറഞ്ഞു തരാം. ഓക്കെ അല്ലയോ? അപ്പം എന്താണ് ഫാക്ടോറിയൽ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. ഫാക്ടോറിയലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനൊരു ചിഹ്നം ഉപയോഗിച്ചാൽ, വിച്ച് ഈസ് നമ്മൾ മറ്റേ എക്സ്ക്ലാമേഷൻ ചിഹ്നം ഇടത്തില്ലയോ മക്കളെ? എങ്ങനെയാ? ഒരു വര, മൂട്ടിലൊരു കുത്ത്, അല്ലയോ? ഇതാണ് എന്ത്? ഫാക്ടോറിയൽ എന്ന് വിളിക്കുന്നതിന്റെ നൊട്ടേഷൻ. ഫോർ ആൻ എക്സാമ്പിൾ, 6 ഫാക്ടോറിയൽ. അപ്പൊ 6 ഇട്ടിട്ട് ഇതാണ് ഒരു എക്സ്ക്ലമേഷൻ ചിഹ്നം ഇട്ടാൽ വായിക്കുന്നത് 6 ഫാക്ടോറിയൽ എന്ന. നമ്മുടെ കാൽക്കുലേറ്ററിനകത്തൊക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാൽക്കുലേറ്ററിനകത്തൊക്കെ രണ്ടാമതായിട്ട് ഷിഫ്റ്റിന് തൊട്ട് താഴെയായിട്ട് ഈ ഫാക്ടോറിയൽ നൊട്ടേഷൻ കാണാൻ സാധിക്കും. അപ്പൊ ഈ ഫാക്ടോറിയൽ കാണാതെ പഠിക്കണം അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്ത് കണ്ടുപിടിക്കണം അങ്ങനെ നിബന്ധനയൊന്നുമില്ല. ഫാക്ടോറിയൽ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പൊ എന്താണ് ഫാക്ടോറിയൽ എന്ന് ചോദിച്ചാൽ സിമ്പിൾ സെൻസ് ആണ്. ഈ ഒരു ഫാക്ടോറിയൽ സെൻസ് ഇത്രയേ ഉള്ളൂ. ഈ 6 എന്ന് വിളിക്കുന്ന നമ്പറിൽ തുടങ്ങണം. ഓക്കെ, പുറകോട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെ എടുക്കണം. എന്തുവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ 1, 2, 3, 4, 5, 6 അല്ലയോ? അപ്പം ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. 6 into അല്ലെ 6 തുടങ്ങി പുറകോട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെ എടുത്തേ. 5 into 4 into 3 into 2 into 1. ഇതാണ് ഫാക്ടോറിയൽ. ഇത്രയേ ഉള്ളൂ ഫാക്ടോറിയൽ, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ 4 ഫാക്ടോറിയൽ എന്തുവാ? 4 into 3 into 2 into 1. ശരിയല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാണ് ഫാക്ടോറിയൽ. ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 10 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എങ്ങനെ എഴുതാം 10 ഫാക്ടോറിയൽ? 10 into 9 into 8 into 7 into 6 into 5 into 4 into 3 into 2 into 1. അപ്പൊ ഇവിടെ എല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവസാനിക്കുന്നത് എപ്പോഴും എങ്ങനെയാ? വന്ന് 1-ലാണ് അവസാനിക്കുന്നത്. എത്രല്ല വന്ന് അവസാനിക്കുന്നത്? 1-ലാണ് വന്ന് അവസാനിക്കുന്നത്. ശരിയല്ലയോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് നമുക്ക് പറയുന്നത് എപ്പോഴും n ഫാക്ടോറിയൽ ഉപയോഗിച്ചിട്ടാണ്. n ഫാക്ടോറിയൽ ഈക്വൽ ടു എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സിമ്പിൾ ആണ്. n into, അപ്പൊ സ്വാഭാവികമായിട്ടും എന്നിൽ തുടങ്ങി ഓരോ സംഖ്യകൾ പുറകോട്ട് കുറയണം. ശരിയല്ലയോ? നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെ എടുക്കുന്നത്? 1 വീതം കുറച്ചാൽ മതി. അപ്പൊ n ഫാക്ടോറിയൽ എത്രയാണെന്ന് ചോദിച്ചാൽ n into, അടുത്ത n നിന്ന് കുറഞ്ഞ n minus 1 into, ശരിയല്ലയോ? അടുത്ത ഒന്നുകൂടെ കുറഞ്ഞ n minus 2 into, ഒന്നുകൂടെ കുറഞ്ഞാലോ n minus 3 into. ശരിയല്ലയോ മക്കളെ? അപ്പൊ നമ്മൾ നോക്കണം, നേരത്തെ പറഞ്ഞു ഫാക്ടോറിയലുകളെല്ലാം അവസാനിക്കുന്നത് എങ്ങനെയാ? 3 into 2 into 1-ലാ. ലാസ്റ്റ് വന്ന് അവസാനിക്കുന്നത് എപ്പോഴും 1-ലായിരിക്കും, അല്ലേ? അപ്പൊ ഇതിന്റെ ബാക്കി ഉത്തരങ്ങളായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? up to 2 into
1ൽ വന്ന് അവസാനിക്കും. ശരിയല്ലേ മക്കളെ? വേണമെങ്കിൽ ഇവിടെ 3 ഒക്കെ കൊടുക്കാം. കാര്യം നമുക്ക് എവിടം വരെ ഫാക്ടോറിയൽ എന്ന് അറിയത്തില്ല. അപ്പൊ ഉത്തരം എങ്ങനെ? n ഫാക്ടോറിയൽ ഈക്വൽ ടു n into n minus 1 into n minus 2 into n minus 3 into, ഇനി സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് എഴുതാം, n minus 4 into 5 into, അങ്ങനെ എവിടം വരെ വരും? 3 into 2 into 1 മസ്റ്റാ. ശരിയല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ ഫാക്ടോറിയൽ എന്ന് വെച്ചാ. ഇനിയും ഫാക്ടോറിയലുമായി ബന്ധപ്പെടുത്തി കുറച്ച് ഫാക്ടുകളെ പറ്റി പറയാം. ശ്രദ്ധിക്കുക. നേരത്തെ എഴുതി വെച്ചു 10 ഫാക്ടോറിയൽ. ശരിയല്ലയോ? നമ്മുടെ സാഹചര്യം പോലെ ഈ 10 ഫാക്ടോറിയലിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം. എന്ന് വെച്ചാ ഈ 10 into 9 into എന്ന് എഴുതുന്നതിന് പകരം തിരിച്ച് 1 into 2 into തുടങ്ങി 10ൽ അവസാനിച്ച കുഴപ്പമല്ലോ ഉണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെ ഇതൊരു ഭംഗിക്ക് ഇങ്ങനെ അങ്ങ് പോകും, അതിനു വേണ്ടി എഴുതിയതാ. അപ്പൊ ശ്രദ്ധിക്കുക, 10 ഫാക്ടോറിയലിനെ നിങ്ങൾക്ക് 10 into 9 into 8 into അങ്ങനെ അങ്ങനെ എഴുതാലോ. 9 into അടുത്ത എന്തുവാ വരുന്നത്? 8 into 7 into 6 5 4 3 2 1 എന്ന് വെച്ചാ അത് 8 ഫാക്ടോറിയൽ അല്ലേ മക്കളെ? എന്ന് വെച്ചാ അതെ ഇത്രയേ ഉള്ളൂ. 10 into 9 വരെ എഴുതി, എന്നിട്ട് ബാക്കി എഴുതാൻ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആ 8 ഫാക്ടോറിയൽ ഇട്ടങ്ങ് നിർത്താം അല്ലേ? ഇനി 8 വേണം, തൊട്ടടുത്ത് നിർത്താനാണ് പ്ലാൻ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 10 into 9 into 8 into 7 ഫാക്ടോറിയൽ. അതായത് നമുക്ക് എവിടെ നിർത്താൻ തോന്നുന്നോ അവിടെ ഫാക്ടോറിയൽ ഇട്ടങ്ങ് നിർത്താം. അപ്പൊ ഈ n ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? n into, ശരിയല്ലയോ? വേണമെങ്കിൽ ഇവിടെ അങ്ങ് നിർത്താം, n minus 1 ഫാക്ടോറിയൽ. ഇത്രേ ഉള്ളു കാര്യം. വേണേ n minus 1 കഴിഞ്ഞിട്ട് നിർത്തണമെങ്കിൽ എങ്ങനെ നിർത്താം? n into n minus 1 into n minus 2 ഫാക്ടോറിയൽ. അപ്പൊ സാഹചര്യം പോലെ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഈ ഫാക്ടോറിയലിനെ നിർത്താം. ഇത് എന്തിനാണ് നിർത്തുന്നത് എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ക്യാൻസൽ ഒക്കെ ചെയ്യണമായിരിക്കും. ഈ ക്യാൻസൽ ചെയ്യാനാണെങ്കിൽ പിന്നെ മൊത്തവും എഴുതി വെച്ചിട്ട് വെട്ടിക്കളയണോ? അതിന് നല്ലത് അതിന് മുന്നേ നിർത്തുക, വെട്ടിക്കളയുന്നല്ലേ മക്കളെ? അപ്പൊ സമയ ലാഭമുണ്ട്. അപ്പം ഫാക്ടോറിയൽ എന്ന് വിളിക്കുന്ന സാധനത്തിനെ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചുരുക്കിയും എഴുതാം. അപ്പൊ 100 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 100 ഫാക്ടോറിയലിനെ 100 into പുറകോട്ട് പോട്ടെ, 99 into 98 into 97 into 96 into അങ്ങനെ പുറകോട്ട് പോയി അവസാനം 3 into 2 into 1 വരെ വരും നിങ്ങൾക്ക് അറിയാം. പക്ഷേ വേണമെങ്കിൽ ഒറ്റയടിക്ക് എഴുതാം 100 into 99 ഫാക്ടോറിയൽ. തീർന്നു. ഇനി 99 വേണമെന്നിരിക്കട്ടെ. അപ്പൊ എങ്ങനെ എഴുതാം? 100 into 99 into 98 ഫാക്ടോറിയൽ. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണോ നിർത്തേണ്ടത് അവിടെ ഫാക്ടോറിയൽ ചിഹ്നം ഇട്ടങ്ങ് നിർത്താം. ഇതൊന്നും മനസ്സിൽ ഓർത്തു വെച്ചാൽ മതി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫാക്ടോറിയലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, ബേസിക് ആയിട്ട് പറഞ്ഞ ഈ ഇവാലുവേറ്റ് എന്നും പറഞ്ഞ് വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കാര്യം ഈ ഫാക്ടോറിയൽ എല്ലാം കാൽക്കുലേറ്ററിൽ തന്നെ എന്തുണ്ട്? നൊട്ടേഷൻ ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പൊ 8 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം, 8 ഇട്ടിട്ട് ആ ഫാക്ടോറിയൽ ഇട്ടുകൊടുത്താൽ ഉത്തരം കിട്ടും. പക്ഷേ ഇത് ചുമ്മാ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെക്കുക. എങ്ങനെയാ? 8 ഫാക്ടോറിയൽ ഈക്വൽ ടു 8 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 8 into 7 into 6 into 5 into 4 into 3 into 2 into 1. ശരിയല്ലേ മക്കളെ? അപ്പം ഇത്തരത്തിൽ എഴുതി വെക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ഉത്തരം കണ്ടുപിടിച്ച് എഴുതണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? യു ക്യാൻ യൂസ് എ കാൽക്കുലേറ്റർ, അല്ലയോ? കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടതൊന്നും ആരും പറയണില്ല. സോ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇൻ കേസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം എഴുതി വെക്കാം. ജസ്റ്റ് ഫാക്ടോറിയൽ എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? 4 ഫാക്ടോറിയൽ മൈനസ് 3 ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ 4ന് 3 കുറച്ചാ എത്ര? 1. അപ്പൊ ഡയറക്റ്റ് 1 ഫാക്ടോറിയൽ നിങ്ങൾ എഴുതി വെച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. അങ്ങനൊന്നും എഴുതി വെക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഈ ഫാക്ടോറിയൽ പരസ്പരം ഒരു ബന്ധമില്ല. ഇപ്പൊ 4ന്റെ ഫാക്ടോറിയലും 3ന്റെ ഫാക്ടോറിയലും കുറച്ചാൽ 1ന്റെ ഫാക്ടോറിയൽ കിട്ടുമെന്ന് വെച്ചാൽ കിട്ടത്തില്ല മക്കളെ. അങ്ങനെ ഒരു ഉത്തരം വരുത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ചെയ്യേണ്ടത് എന്തുവാന്ന് വെച്ചാൽ 4 ഫാക്ടോറിയൽ എടുക്കുന്നു. 4 ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കാം? 4 into 3 into 2 into 1. ശരിയല്ലയോ? മൈനസ് 3 ഫാക്ടോറിയൽ എത്ര? 3 ഫാക്ടോറിയൽ 3 into 2 into 1.
ശരിയല്ലേ മക്കളെ? അപ്പൊ 3 into 2 into 1 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. നമുക്ക് ഉത്തരത്തിലൂടെ നീങ്ങിയാലോ? മൈനസ് ഇട്ടു. 3 into 2 6. 6 into 1 6 തന്നെ. സോ 6. ശരിയല്ലയോ? അപ്പൊ ഇപ്പൊ ചെയ്തതുപോലെ ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുമല്ലോ. 6 into 4 24. ഉത്തരം കിട്ടി 24 മൈനസ് 6. 24-ൽ നിന്നും 6 പോയ ബാക്കി എത്ര ഉണ്ട്? 18. ആൻസർ കിട്ടി. ശരിയല്ലയോ മക്കളെ? അപ്പൊ ഒരിക്കലും 1 ഫാക്ടോറിയൽ നിന്ന് ഡയറക്റ്റ് അങ്ങ് എഴുതി വെക്കാവോ? വെക്കരുത്. ഉത്തരം തെറ്റും. പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ഒരു ചോദ്യമായി വരുന്നതാണ് ഇങ്ങനെ: 8 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ ആദ്യം നോക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 8 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ശരിയല്ലയോ? എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ വളരെ സിമ്പിളാ മക്കളെ. കൂട്ടത്തിൽ ഏറ്റവും വലിയവനെ എടുക്കുക. വലുതാരാ ഇവിടെ? 8. ആ 8നെ താഴെ വരുന്ന ഒരു നമ്പറുമായിട്ട് വെട്ടിക്കളയാനായിട്ട് പറ്റും. അതെങ്ങനെ പറ്റും? ഇതാ നോക്കിക്കേ. 8 ഫാക്ടോറിയൽ നമുക്കൊന്ന് എഴുതാം. 8 ഫാക്ടോറിയൽ എങ്ങനെ എഴുതുന്നത്? 8 into 7 into 6 ഫാക്ടോറിയലിൽ ഞാൻ അങ്ങ് നിർത്തി. ബാക്കി എഴുതണം നിർബന്ധമുണ്ടോ? നിർബന്ധം ഉണ്ടെങ്കിൽ എഴുതുക. ഇപ്പൊ എഴുതണ്ടെന്നേ. ഇത് ഈസി ആയിട്ട് 6 ഫാക്ടോറിയൽ വെച്ചങ്ങ് നിർത്താം. അങ്ങനെയാണെങ്കിൽ ബൈ ആരുണ്ട്? 6 ഫാക്ടോറിയൽ ഇൻറ്റു ആരുണ്ട്? 2 ഫാക്ടോറിയൽ. ശരിയല്ലയോ? ദാ സിമ്പിൾ. 6 ഫാക്ടോറിയലും 6 ഫാക്ടോറിയലും അങ്ങ് ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തോ ഉണ്ട്? 8 into 7 56 ബൈ 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാ 2 into 1. ശരിയല്ലേ? 2 into 1 എത്ര? 2 തന്നെ. സോ 56 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടി? 28 എന്ന് ആൻസർ കിട്ടി. ഇതൊക്കെ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ മക്കളെ? പക്ഷെ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ഫാക്ടോറിയൽ നൊട്ടേഷൻസ് എങ്ങനെ പെർമ്യൂട്ടേഷനകത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ എത്തരത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഈ പഠിച്ച ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന സംഭവം ഉപയോഗിച്ച് തന്നെയാണ് പെർമ്യൂട്ടേഷനിലെ ഏതൊരു ചോദ്യത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടതിന് ശേഷം പാർട്ട് 2 വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.